നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ്. നമുക്ക് ഒരു പാചക വീതിയിലേക്ക് തന്നെ പോകാം. ഇത് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്ന് വൈകുന്നേരത്തെ ചായയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സ്നാക്ക്, അത്രയേ ഉള്ളൂ. അതാണ് അതിൻ്റെ റെസിപ്പിയും അതിൻ്റെ ഒരു അവതരണവുമാണ് ഇന്ന് നടത്താൻ പോകുന്നത്. നമുക്ക് സാധാരണയായിട്ട് നമ്മൾ വീട്ടമ്മമാർ ചില പൊടി കൈകളൊക്കെ പ്രയോഗിക്കില്ലേ. ഇതും ഒരു ഉഡായിപ്പ് പണി തന്നെയാണെന്ന് വെച്ചോളൂ. പക്ഷെ സംഗതി സ്വാദാട്ടോ, കിടിലൻ സ്വാദാ പറയാം. എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ സാധാരണ പല സാധനങ്ങളും വാങ്ങുമ്പോൾ നമ്മളെ ഒരു മാസത്തേക്ക് വേണ്ടതായിട്ടുള്ള സാധനങ്ങളാണല്ലോ കടയിൽ നിന്ന് വാങ്ങിക്കുക. അപ്പോൾ അങ്ങനെ വാങ്ങിയപ്പോൾ ഉദാഹരണമായിട്ട് ചില വസ്തുക്കൾ, പദാർത്ഥങ്ങൾ ഒരുമിച്ചൊരു 5 കിലോ, ഇപ്പോൾ ചക്കി ഫ്രഷ് ആട്ട അല്ലെങ്കിൽ ആദർശ ആട്ട എന്നൊക്കെ പറഞ്ഞ് ആട്ടപ്പൊടി, ഗോതമ്പ് പൊടി ഒരു 5 കിലോയുടെ എടുക്കുകയാണെങ്കിൽ അതിന് ഫ്രീ ആയിട്ട് ഒരു 1/2 കിലോയുടെ ഒരു സേമിയോ അല്ലെങ്കിൽ 250 ഒരു സേമിയോ, അത് ഫ്രൈഡ് സേമിയോ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട്. അങ്ങനെ പല ഐറ്റംസിനുമായിട്ട് ഈ സേമിയോ എന്ന് പറയുന്ന ചെറിയ ചെറിയ പാക്കറ്റുകളിൽ സേമിയോ ഫ്രീ ആയിട്ട് ഇവിടെ കൊണ്ടുവരുന്ന കാണാറുണ്ട്. അപ്പം ഞാനോർക്കും ഈ സേമിയോ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പണം കൊടുത്ത് വാങ്ങിക്കണത് വേണ്ട, ഈ ഫ്രീ കിട്ടണതുണ്ടല്ലോ. ചിലപ്പോൾ സേമിയോ ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ അതല്ലെങ്കിൽ സേമിയോ പായസം വെക്കാറുണ്ട്. പാലുണ്ടെങ്കിൽ സേമിയോ പായസവും വയ്ക്കാമല്ലോ. ഇങ്ങനെ 2 വിധത്തിൽ സേമിയോ ഇവിടെ ചിലവാകാറുള്ളൂ. സേമിയോ ഉപ്പുമാവ് ഇപ്പോൾ വൈകുന്നേരമൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് നല്ല വിശപ്പുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ വരുമ്പോഴത്തേക്ക് ചൂടെ അപ്പം സേമിയോ ഉപ്പുമാവ് ഇത്തിരി തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും. ഇല്ലായിരിക്കൊന്നുമില്ല, നല്ല സ്വാദാണ്, എല്ലാവരും കഴിച്ചെന്നിരിക്കുക. പായസം വെക്കൽ എന്നൊന്നും നടന്നൊന്നും വരില്ല. അത് ചായ കുടിക്കും, പായസം വല്ലപ്പോഴൊക്കെ വെക്കാറുമുണ്ട്. ഇത് കൂടാതെ നമുക്ക് സേമിയോ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതിനെപ്പറ്റി ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. കുറച്ച് സേമിയോ അങ്ങനെ ഒരുമിച്ചിരിക്കണം, ഇതങ്ങനെ ഇരിക്കേണ്ട, അത് ചിലവാക്കണമല്ലോ എന്ന് കരുതി. അപ്പം എൻ്റെ തലയ്ക്കകത്ത് കയറിയ ഒരു കൂട്ടം ഉഡായിപ്പ് പണിയാണ് ഇന്നത്തെ റെസിപ്പി. ഈ പലഹാരം ഞാൻ ഇന്നിപ്പോൾ പ്രദർശിപ്പിക്കാൻ പോകുന്ന ഈ പലഹാരം ഞാനിത് പല പ്രാവശ്യം എൻ്റെ വീട്ടിലുണ്ടാക്കാറുണ്ട്. സംഗതി അങ്ങ് പാസ്സായി പോകാറുമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ അരിയും ഉഴുന്നും ഒക്കെ അരയ്ക്കണം, ഗ്രൈൻഡറിലിട്ടിട്ട് അരയ്ക്കണം. നാളേക്ക് അരയ്ക്കാനുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉഴുന്ന് ആദ്യം അങ്ങോട്ട് അരയ്ക്കും. പിന്നീട് ഉഴുന്ന് അരഞ്ഞ് വരുമ്പോൾ മാറ്റിയിട്ട് അരിയിട്ട് അരയ്ക്കും. അത് കഴിഞ്ഞ് രണ്ടും കൂടെ മിക്സ് ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മൾ ദോശമാവ് സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ സെറ്റ് ചെയ്ത് വച്ചിട്ടുള്ള ദോശമാവ് അതാണ് വേണ്ടത്. അപ്പോൾ അത് സന്ധ്യയ്ക്ക് മുമ്പേ മിക്കവാറും അരച്ച് പാത്രത്തിലേക്ക് ആക്കി വയ്ക്കും. എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ രാത്രി ആയിരുന്നിരിക്കും. എന്തായാലും അരയ്ക്കാനുള്ളത് സാധാരണയായിട്ട് അങ്ങനെ മാവ് വാങ്ങാറ് പതിവില്ല, ഗ്രൈൻഡറിൽ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാറ് പതിവ്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത് വച്ചിട്ടുള്ള മാവ് ഉള്ള ദിവസങ്ങളിൽ പുളി ഉണ്ടാവില്ല കേട്ടോ ആ മാവിന്. നമ്മൾ അരച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് അങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. ഒരു ബേസണിലേക്ക് ആ മാവ് ഒരു 3 തവി മാവ്, സാധാരണ ഒരു ഇഡലിക്കൊക്കെ ഒഴിക്കണ പോലത്തെ തവിക്ക് 3 തവി മാവ് ഒരു ബേസണിലേക്ക് അങ്ങ് എടുക്കുക. അപ്പോൾ അതിനകത്ത് അരിയും ഉഴുന്നും അരച്ച് ചേർത്തേണ്ട, ലേശം ഉപ്പ് ഇട്ടണ്ട, അത്രേ ഉള്ളൂ. അതിലേക്ക് ഇനി ഈ ഫ്രൈഡ് സേമിയോ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക്, പൊടിക്കണ ബ്ലേഡിലേക്ക് ഈ സേമിയോ അങ്ങ് ഇട്ടേക്കുക. കുറേ ഈ മാവിൻ്റെ അത്രയ്ക്ക് മാവിനോട് കൂടി ചേർത്ത് വരുമ്പോൾ ഒരു ചപ്പാത്തിയുടെ പാകത്തിന് വരാവുന്ന വിധത്തിലുള്ള സേമിയ പൊടിക്കണം. സേമിയ പൊടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല അസലായിട്ട് അങ്ങോട്ട് പൊടിക്കുക, നന്നായിട്ട് അങ്ങോട്ട് പൊടിക്കുക. അപ്പോൾ ആ പൊടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യാറുണ്ടെന്നറിയാമോ? 2-3 തരത്തിലുണ്ടാക്കാറുണ്ട് ഈ സേമിയോ. ഇത് ഇന്ന് ഞാൻ പ്രദർശിപ്പിക്കാൻ പോകുന്നതിൽ ചെയ്തത് സേമിയോ, അതിൻ്റെ കൂടെ ശകല ഉപ്പ് ഇട്ടു, പിന്നെ ഒരു അസലായിട്ട് പൊടിച്ചിട്ട് ആ പൊടി ഈ മാവിലേക്ക് ഇട്ടു. ഇതിലിപ്പോൾ എന്തൊക്കെയുണ്ട്? കുറച്ച് ദോശമാവും ഉണ്ട്, പൊട്ടിച്ച സേമിയയും ഉണ്ട്, ഒരു ലേശം വെളിച്ചെണ്ണ കയ്യിലെടുത്തിട്ട് ഒട്ടിപ്പിടിക്കാതെ കണ്ടിരിക്കാൻ വേണ്ടി കയ്യിലിട്ട് ഇത് രണ്ടും കൂടി നല്ല സ്മൂത്തായിട്ട് അങ്ങ് കുഴയ്ക്കുക.
കുഴച്ച് കുഴച്ച് ഉരുട്ടി ഇങ്ങനെ, അതായത് തന്നെ ചപ്പാത്തിയുടെ പാകത്തിനൊക്കെ ആകുന്ന വിധത്തിൽ, അതിലും കുറച്ച് ലൂസായിട്ട് ഇരിക്കുകയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഈ സേമിയ അങ്ങോട്ട് കുതിരും. അപ്പോൾ അതിൻ്റെ വെള്ളം വറ്റിക്കോളും. അപ്പോൾ ഇത്തിരി വെള്ളം കൂടുതലായിട്ടുള്ള വിധത്തിൽ നനച്ച് നനച്ച് ഇതെല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് കുഴച്ച് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നല്ല പച്ചമുളക് ഒരു 5-6 പച്ചമുളക് അങ്ങോട്ട് എടുക്കുക. കുരു 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 എന്നിങ്ങനെ അങ്ങോട്ട് അരിയുക. കറിവേപ്പിൻ്റെ അല്ല, ഓർത്തിട്ടില്ല, അതും പൊടിയായിട്ട് അങ്ങോട്ട് അരിയുക. പിന്നെ ഒരു ക്യാരറ്റ് അതങ്ങോട്ട് ചീവി എടുക്കുക, ക്യാരറ്റും ചീവി എടുത്തു. പിന്നെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അതും ഇടാം. പിന്നെ മുഴുവനോടെയുള്ള കുരുമുളക് ഒരു 4-5 എണ്ണം മതി, കാരണം ഒന്ന് കടിച്ചാൽ കുഴപ്പമില്ല എന്ന് മാത്രം. അതങ്ങനെ പൊട്ടിക്കൊന്നും വേണ്ട, മുന്നോടെ ഇട്ടാലും മതി. അല്ല, ഒന്ന് പൊട്ടിച്ചു വെച്ചിട്ടും അബദ്ധമൊന്നുമില്ല. ഇത്രയും ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഈ ഉണ്ടാക്കിയിട്ട് ഈ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് കൂട്ടി വെച്ചിട്ട് എല്ലാം, ഉള്ളി ഞാൻ ഇട്ടില്ല കേട്ടോ, ഇടാൻ തോന്നാറില്ല, ഇട്ടില്ല, അത്രേ ഉള്ളൂ. അത് വേറൊരു സെറ്റപ്പിലാക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് ഈ മാവിലും കൂടെ കുഴയ്ക്കുക. അപ്പോൾ മാവിൽ കുഴയ്ക്കുമ്പോൾ ഈ മാവ് എങ്ങനെ വരുന്നറിയാമോ? കുഴച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ അടുപ്പത്തേക്കാൻ വയ്ക്കുക. ആവശ്യത്തിനുള്ള ഉപ്പുമൊക്കെ ചേർത്ത് കുഴച്ച് സെറ്റപ്പാക്കിയിട്ട് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പച്ചവെള്ളത്തിൽ കൈ പതുക്കനൊന്ന് മുക്കുക, ഈ മാവിൽ നിന്നൊന്ന് എടുക്കുക. അപ്പോൾ കുറച്ച് ലൂസായിട്ട്, ചപ്പാത്തിയേക്കാൾ കുറച്ചും കൂടെ ലൂസായിട്ടുള്ള പരുവത്തിലിരിക്കണം കേട്ടോ മാവ്. ആ മാവ് കൊണ്ടെടുക്കുക. അങ്ങനെ ഒരു 4-5-6 ഉരുള അങ്ങോട്ടാക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് വെണ്ണ അടുപ്പത്ത് വെച്ചു. എണ്ണ അങ്ങോട്ട് ചൂടായി കഴിയുമ്പോൾ കൈ ഒന്നുകൂടെ നനച്ചിട്ട് 2 കൈ ഒപ്പം നനയ്ക്കുക. എന്നിട്ട് ഒരെണ്ണെടുത്ത് നമ്മുടെ കയ്യിലേക്ക് വയ്ക്കുക. കയ്യിലേക്ക് വെച്ച് പതുക്കെ കയ്യിൽ വെച്ച് ഇങ്ങനെ അമർത്തുക. ഒന്നങ്ങോട്ട് പരത്തുക. അതായത് എത്രയ്ക്ക് വലിപ്പം വേണമെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചെറിയ, അത് അങ്ങോട്ട് പരന്ന് നമ്മുടെ ഉള്ളം കൈയിൽ പരക്കാവുന്നത്. അതായത് ഉള്ളം കൈ ഇങ്ങനെയാണല്ലോ, ഈ ഉള്ളം കൈയിൽ ഇങ്ങനെ വട്ടത്തിൽ പരക്കാവുന്ന ഈ വലിപ്പം എന്ന് വെച്ചാൽ ഒരു പപ്പടത്തോളം വലിപ്പം ഇല്ല കേട്ടോ. എൻ്റെ കൈ തന്നെ കുറച്ച് ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയ്ക്ക് വട്ടം, ഒരു ഇത് ചെറുത് മുറിക്കുക, അത്രയ്ക്ക് പതുക്കനെ ഒന്ന് പരത്തുക. എന്നിട്ട് പതുക്കെ ഇങ്ങോട്ട് ഈ കയ്യിലേക്ക് വിടർത്തുക. അപ്പോഴേക്ക് എണ്ണ ചൂടാണെങ്കിൽ ഈ കയ്യിലെടുത്തിട്ട് പതുക്കനെ അടിയിലേക്ക് അങ്ങോട്ട് ഇടുക. അടുത്ത ഉരുളെടുക്കുക, പരത്തുക, ഇതുപോലെ വീണ്ടും ഇടുക. അങ്ങനെ ഒരു 5-6 എണ്ണം വരെ ഒരു തവണയ്ക്ക് ഇടാവുന്ന എണ്ണ ഒഴിച്ചാൽ മതി. ഒരുപാട് എണ്ണയും മറ്റേതും വേണ്ട. അത് എടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇതിനിങ്ങനെ ഒന്ന് പൊങ്ങി വരാനുള്ള, പൂരിയൊക്കെ പൊങ്ങി വരുന്ന പോലെ ഒന്ന് പൊങ്ങി വരാനുള്ള ഒരു ടെൻഡൻസി. ഒരുപാട് അങ്ങോട്ട് പൊങ്ങുന്നില്ല കേട്ടോ. നമ്മൾ ഈ സോഡാപ്പൊടിയും കണവനെയും ഒന്നും കൂട്ടിയിട്ടില്ല. കഴിയുമ്പോൾ പതുക്കനെ കൊടിയിലോണ്ട് അതുകൊണ്ട് മറിച്ചിടുക, അങ്ങേ വശം എടുക്കുക, മൂപ്പിക്കുക, രണ്ടും കൂടെ മൂപ്പിച്ച് പേപ്പറിൽ നിരത്തി വെച്ചിട്ട് പ്ലേറ്റിൽ വെച്ചിട്ട്, എന്തൊരു പേപ്പറേ, അത് അങ്ങോട്ട് വറുത്ത് കോരിയെടുക്കുക. അങ്ങനെ വറുത്ത് കോരിയെടുക്കുമ്പോൾ ഇതിന് നമുക്കൊരു പേര് കൊടുക്കണമല്ലോ. ഇതെന്താ ഇപ്പോൾ ഇതിൽ മെയിൻ ഉദ്ദേശം? കുറച്ച് ദോശമാവുണ്ട്, പിന്നെ കൂടാതെ കണ്ട് സേമിയയുണ്ട്. അപ്പോൾ ഈ റെസിപ്പിക്ക്, ഈ ഒരു പലഹാരത്തിന്, ഈ സ്നാക്കിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് സേമിയോ വട. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. ഇതിൽ 5 വട ഞാനിപ്പോൾ വച്ചിട്ടുണ്ട്. ഇത് 2 കൊണ്ടാട്ടമുളകാണ് താഴെ ഇങ്ങനെ ഉണ്ടിരിക്കണേ. വെറുതെ ഒരു അലങ്കാരത്തിന്, നമ്മളിപ്പോൾ എന്തിലെന്നേ അലങ്കാരം പറയണേ. 2 കൊണ്ടാട്ടമുളക് വറുത്തത്, പിന്നെ സേമിയോ വട വറുത്തെടുത്തത് വട്ടത്തിലൊരു 5 എണ്ണം വെച്ചിട്ടുണ്ട്. ഓരോന്നിൻ്റെ ഇടയ്ക്ക് കൂടെ ഓരോ തണ്ട് കറിവേപ്പിൻ്റെ ഇലയും വെച്ചു. സെൻറ്ററിൽ ഒരു ക്യാരറ്റ് മുറിച്ച് വട്ടത്തിൽ അതും വെച്ചു. ഇതാണ് ഇന്നത്തെ അലങ്കാരം. അപ്പോൾ ഇത് സേമിയോ കാണാനില്ലേ എല്ലാവർക്കും? ഇതാ നോക്കൂ, സേമിയോ വട. ഇതൊരു സോൾട്ട് പലഹാരമാണ്. ചായക്കൊക്കെ, വൈകുന്നേരത്തെ ചായക്കൊക്കെ പറ്റുന്നതാണ്. സേമിയോ നമുക്ക് ഉപ്പുമാവും പായസവും അല്ലാതെ കൊണ്ട് സേമിയോ കൊണ്ട് പല സൂത്രങ്ങളുണ്ടാക്കാമെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സേമിയോ നല്ലതാണ്, കളയൊന്നും വേണ്ട. കണ്ടമാനുണ്ട് ഈ ഉപ്പുമാവ് തന്നെ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊരു മടുപ്പ് വരും. വേണ്ട, നമുക്കിപ്പോൾ പുതിയ സൂത്രങ്ങളൊക്കെ ഇറക്കാമല്ലോ. നമ്മുടെ വീട്ടിലല്ലേ, നമ്മുടെ കുട്ടികളല്ലേ കഴിക്കുന്നത്, ആവട്ടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പാചക രഹസ്യം സേമിയോ വട.
എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഇനി ഒന്ന് ശ്രമിക്കൂ. ഇതിനൊന്നും വേണ്ട, ഒരു 2-3 തവി ദോശമാവ് വേണം. സേമിയ തണ്ട് പൊടിച്ച് കൂട്ടി കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും എല്ലാ സാധനങ്ങളും പച്ചക്കറികളും എന്തൊക്കെയാണ് കിട്ടിയെന്ന് വെച്ചാൽ അതൊക്കെ കൂടെ കൂടുതലിട്ട് കുറയ്ക്കുക. ഉരുട്ട പരുത്ത് അങ്ങോട്ട് പുറത്തെടുക്കുക. ചൂടെ കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ സൂപ്പറാണ്. ചായക്ക്, വൈകിട്ടത്തെ ചായക്ക് സൂപ്പറാണ്. ഒന്നുണ്ടാക്കി നോക്കൂ കേട്ടോ. നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നേ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. മറക്കരുത്, നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ഞാൻ ഈ പുതിയതായിട്ട് നോക്കണം, സേമിയോ വട. എല്ലാവർക്കും നന്ദി. എൻ്റെ ഈ പുതിയ പലഹാരം നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ.